കൊച്ചിയിലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. മിഹിർ മുഹമ്മദ് എന്ന കുട്ടിയാണ്. അതിനെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ പീഡിപ്പിക്കുകയും അതിൻ്റെ ശരീരത്തിൻ്റെ നിറത്തിനെ പറ്റി അവഹേളിക്കുകയും വർണ്ണ വിവേചനം കാണിക്കുകയും നീഗ്രോ എന്ന പേര് വിളിക്കുകയും ചെയ്തു എന്ന് ആക്ഷേപമുണ്ട്. ആ കുട്ടി മാനസികമായി തകർന്നു. സീനിയർ വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ അവിടുത്തെ ശുചിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ആത്മഹത്യയിലേക്ക് കുട്ടി സഞ്ചരിച്ചത്, കുട്ടി പോയത് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെ ഈ കുട്ടിയെ എറണാകുളത്ത് ഈ ഗ്ലോബൽ സ്കൂളിൽ വരുന്നതിന് തൊട്ട് മുമ്പ് എറണാകുളത്ത് ജെംസ് സ്കൂളിലായിരുന്നു ഈ കൊച്ചു പഠിച്ചത്. അവിടെ വെച്ചും ഇതുപോലെയുള്ള അനുഭവം കുട്ടിക്കുണ്ടായി. അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പം വീട്ടുകാർ അവിടെ നിന്ന് മാറ്റി ആ കുട്ടിയെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. അവിടെ പഠിച്ചപ്പോഴും അവിടെയുമുള്ള കുട്ടികൾ ഈ മിഹിർ മുഹമ്മദിനെ നിറത്തിൻ്റെ പേര് കളിയാക്കുകയും അവിടെയും വലിയ പ്രശ്നമുണ്ടായതിനെ ഇവര് ശുചിമുറി കൊണ്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വർണ്ണവിവേചനം കാണിച്ചു എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. കുട്ടി റാഗിങ്ങിന് ഇരയായെന്ന് തന്നെ പറയേണ്ടി വരും. ആ കുട്ടിയുടെ സീനിയർ കുട്ടികളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതും ശുചിമുറി കൊണ്ട് ഉപദ്രവിച്ചതും മർദ്ദിച്ചതും ഒക്കെ. മാനസികമായി തകർന്ന ആ കുട്ടി ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ധാരാളം പീഡനങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുകയാണ്. അത് വീട്ടിലുമുണ്ട്, സ്കൂളുകളിലുണ്ട്, +2 സ്കൂൾ ലെവലിലുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ ആ സ്കൂളിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താലോ, ടീച്ചേഴ്സ് റിപ്പോർട്ട് ചെയ്താൽ ആ കുട്ടിയെ സംരക്ഷിക്കുകയും അതിനെ കൃത്യമായ അഡ്വൈസ് കൊടുക്കുകയും അത് ക്രിമിനോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ട് കുട്ടിയെ ഉപദേശം കൊടുക്കുകയും കുട്ടിയെ സംരക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. ഇത് ആ കുട്ടി തകർന്ന് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയപ്പം അത് ഫ്ലാറ്റിൽ നിന്ന് എടുത്തുചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തായാലും ആ കുട്ടിക്കുണ്ടായ സംഘർഷം അത് ആ കുട്ടിക്ക് മോചനം ഉണ്ടായില്ല, അതിനകത്ത് നിന്ന് മാറാൻ പറ്റിയില്ല, അത് ഒറ്റപ്പെട്ടു പോയാലോ തോന്നി. അങ്ങനൊരു സന്ദർഭത്തിലാണ് ആ കുട്ടി ആ ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. നിറത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അത് പല കുട്ടികൾക്കും അങ്ങനെ നീ കറുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് നീഗ്രോ ആണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ മാനസികമായ കുട്ടികൾ തകർന്നു പോകും. മറ്റുള്ളവരൊപ്പം അല്ലല്ലോ ഞാൻ പിന്നോക്കമാണല്ലോ എന്ന കുട്ടി ചിന്തിക്കും. അങ്ങനെയുള്ള സംസാരം തീർച്ചയായും അവരെ വ്രണപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. നിറമാണ് മർദ്ദനത്തിന് പിന്നെയും ആ കുട്ടി സഹിച്ചെന്ന് വരാം. പക്ഷെ അതിനെ കൂടുതൽ വിഷമിപ്പിച്ചത് ഈ നിറം പറഞ്ഞതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശുചിമുറിയിലെ സംഭവം അങ്ങനെ ഉണ്ടായില്ല എന്ന് അവിടുത്തെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികാരികൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന് അവിടുത്തെ ഇതേ രീതിയിലുള്ള കളിയാക്കലും ബഹളവും അവിടെ ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയെ അവിടുന്ന് മാറ്റി. അത് പറഞ്ഞപ്പം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ വരെ എതിര് പറഞ്ഞു എന്നാണ് അവരുടെ പ്രസ്താവന മാതാപിതാക്കളുടെ. എന്തായാലും ഇപ്പം ഇതേ രീതിയിലുള്ള അനുഭവം വീണ്ടും ഈ ഗ്ലോബൽ സ്കൂളിൽ ഉണ്ടായി. അങ്ങനെ കുട്ടി ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി അത് ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്.